ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോപ്പിങ്ങും പിന്നെ നമ്മൾ പുറത്ത് പോയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ കണ്ടിഷ്ടമാണ് ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ വ്ളോഗ് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം എടുത്തതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പെരുന്നാൾ വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച ശേഷം രാവിലെ എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചിട്ടുണ്ടായത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉമ്മയും ബ്രദറെല്ലാം നാട്ടിൽ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും അവരെല്ലാം നാട്ടിൽ പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോസൊക്കെ വരും. ഇതാ നമ്മൾ നേരെ പോയത് സൊഹാറിലെ ഗ്രാൻഡ് മോസ്കിലേക്കാണ്. സൊഹാറിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് മോസ്കാണ്. കാണാൻ നല്ല മൊഞ്ചാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഏതായാലും നമുക്ക് ഇവിടെ പോയിട്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മൾ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. അന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ പള്ളി കാണാൻ കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആ തെളിഞ്ഞ ആകാശത്ത് മാനമുട്ടേ നിൽക്കുന്ന പള്ളി കാണാൻ ഒന്നും പറയണ്ട, പ്രത്യേക ഒരു വൈബായിരുന്നു. ഞാൻ വർണ്ണിച്ചിട്ട് എവിടെ പോകുമെന്നറിയില്ല, ഒന്നും പറയണ്ട മക്കളെ, അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അകത്തേക്ക് കയറലാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി അകത്തേക്ക് കയറി. കണ്ടില്ലേ എന്ത് നല്ല മൊഞ്ചാന്നറിയാം. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിനി അവിടെ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ പള്ളി കണ്ടിട്ട് ഉമ്മ ഭയങ്കരമായിട്ട് അതിശയപ്പെട്ടു പോയി കേട്ടോ. ഇവിടെ കയറുമ്പം തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഫ്രഷ് ഫീലാണ്. പ്രത്യേകിച്ച് നമുക്ക് ആ ചുമരിലുള്ള ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇല്ലേ നല്ലൊരു എന്തോ ഒരു പോസിറ്റീവ് വൈബ് അടിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ വന്നപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല, ക്ലോസ് ആയിരുന്നേ. അപ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. പിന്നെ ഇവിടുത്തെ ടൈലിനും ഒരു പ്രത്യേകതയുണ്ട്, അത് നമുക്ക് കാല് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു ടൈല് നമുക്ക് തണുപ്പും മറ്റേത് ലൈറ്റായിട്ടൊരു ചൂടും ഫീൽ ചെയ്യും. അങ്ങനെ ഇതാ ബ്രദർ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറി. ഇതിൻ്റെ അകത്ത് ലേഡീസിന് കയറാൻ പറ്റൂല. പിന്നെ ബ്രദർ ക്യാച്ച് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ലൈറ്റ്സൊക്കെ നല്ല അടിപൊളി ഹെവി ലൈറ്റാണ് കേട്ടോ അതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിലിട്ട മാറ്റ് ഒറ്റ പീസിൽ ചെയ്തെടുത്തതാണ്. അത് നല്ല ത്രെഡ് വർക്കായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആ വീഡിയോൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അങ്ങനെ ഇതാ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വിട്ടത് എവിടേക്ക്, പാർക്കിലേക്കാണ്. സെല്ലാൻ പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിന്. തൊട്ടടുത്ത് ബീച്ചും ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ള് ആൾക്കാർ ബീച്ചിലും പാർക്കിലൊക്കെ ആയിട്ട് തിരക്കായിരുന്നേ. അങ്ങനെ ഇതാ ഷെസു ഓരോന്ന് ഉമ്മക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. ഒട്ടകോ ഇങ്ങനെ പോകുന്നതും ഇതെല്ലാക്കിയിട്ട് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കലാണ്. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ നിന്ന് വിട്ട് പിന്നെ ഇതാ മഗ്‌രിബൊക്കെ കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഇതാ നമ്മൾ നേരെ ഷോപ്പിങ്ങിനേക്കാണ് വന്നിട്ടുള്ളത്. നാട്ടിൽ പോകുന്ന തകൃതിയിലുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഓഫർ നോക്കിയിട്ട് ഓരോന്ന് ഇങ്ങനെ നോക്കിയെടുക്കലാന്ന്. ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ ടൈം പോകുന്നത് അറിയില്ല, എന്തെടുക്കണം ഏതെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ആവും. അങ്ങനെ ബ്രദറിനെ ചോറാക്കിയിട്ട് ഓരോന്നേ ഇങ്ങനെ നോക്കിയെടുക്കലാണ് കേട്ടാ. പിന്നെ ഇവിടുന്ന് ഇറങ്ങി വേറെ ഷോപ്പിലേക്ക് പോകല. ഇവിടുന്ന് അത്യാവശ്യം ചോക്ലേറ്റൊക്കെ നോക്കിയിട്ട് വാങ്ങി. പിന്നെ അങ്ങനെ നമ്മളെ തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പിലേക്കും കൂടി കയറി. ഇവിടുന്ന് 1-2 ഐറ്റംസ് നോക്കി എടുക്കാനുണ്ടായിന്. പിന്നെ ഇതാ ബ്രദർ ടീഷർട്ടെല്ലാം നോക്കലാന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ല ലൈറ്റായിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പാകിസ്ഥാൻ ഹോട്ടലിൽ കയറി. ഇതാ ഇവിടുന്ന് ഫുഡിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. നല്ല വിശപ്പുണ്ട്, നല്ല ലൈറ്റായിട്ടുണ്ടായിന്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇതാ ഒരു തൈര് പോലത്തെ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് സാധാരണ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അന്നത്തത് അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല, വെള്ളം പോലായിപ്പോയി. അങ്ങനെ ഇതാ നല്ല ചൂടോടെ കടായി ചിക്കനും നല്ല തന്തൂർ റൊട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇതാ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കലാന്ന് കേട്ടോ. അപ്പോൾ തന്തൂർ റൊട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ചൂടോടെ കൊണ്ടുവന്നിട്ട് ഇട്ട് തരുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് ക്രിസ്പി ആയിപ്പോയി. അങ്ങനെ ഞാനിത് കടിച്ച് പറിച്ച് അങ്ങനെ വലിച്ചെടുത്ത് തിന്നിട്ടുണ്ട്. ചൂടോടെ ബീഫ് കടായിയും ചിക്കൻ കടായി അല്ലെങ്കിൽ തന്തൂർ റൊട്ടി നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ ഇതാ നമ്മളിത് ഫിനിഷ് ആക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കിടിലൻ വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.